കഴിഞ്ഞ ദിവസമാണ് തമിഴ് നടനും സംവിധായകനുമായ മനോജ് ഭാരതിരാജ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. സംസ്കാരം ഇന്നാണ്. നീലങ്കരയിലെ ഭാരതിരാജയുടെ വസതിയിലാണ് പൊതുദർശനം. അന്തിമോപചാരം അർപ്പിക്കാൻ സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എത്തിയിരുന്നു. രാവിലെ നടന്ന സൂര്യ മനോജ് ഭാരതിക്ക് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി ഗൗതം അമ്രകുഞ്ചം ചേരുന്നുണ്ട്. ഗൗതം, ഈ പൊതുദർശനം എങ്ങനെ മുന്നോട്ട് പോകുന്നു? സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ഇത് നമുക്കറിയാം, ഒരു പക്ഷേ തമിഴിൽ അഭിനയ രംഗത്തും സംവിധാന രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മനോജ് ഭാരതിരാജ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഹൃദയാഘാതത്തെ തുടർന്ന് നമ്മളെ വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ബൈപ്പാസ് സർജറി നടത്തി ശേഷമാണ് അതിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ പൊതുദർശനം നീലങ്കരയിലെ ഭാരതിരാജയുടെ വീട്ടിൽ പുരോഗമിക്കുകയാണ്. സേതു സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് അദ്ദേഹത്തിന് അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ബസന്ത് നഗർ ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഒപ്പം സംവിധായകൻ ഇളയരാജ ഉൾപ്പെടെയുള്ള ആളുകൾ, നടൻ ശരത് കുമാർ, സൂര്യ തുടങ്ങിയിട്ടുള്ള പ്രമുഖ താരങ്ങളൊക്കെ തന്നെയും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെയും മനോജ് ഭാരതിരാജയ്ക്ക് അവസാനമായി കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ കരിയർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മണിരത്നത്തിൻ്റെയും ശങ്കറിനെയും ഒക്കെ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. പിന്നീട് ഭാരതിരാജ തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് വരുന്നത്. താജ്മഹലായിരുന്നു ആ ചിത്രം. അതിനുശേഷം സ്വന്തമായി 2003 മാർഗഴി തിങ്കൾ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സംവിധായക പദവിയിലേക്ക് എത്തി. പിന്നീട് നിരവധി ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിക്കുകയുമുണ്ടായി. സമുദ്രം ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ, കടൽപ്പൂക്കൾ, ബേബി തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയ ചിത്രങ്ങളായി നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം മലയാളി നടി കൂടിയായിട്ടുള്ള നന്ദനയാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിന് അത്തരത്തിൽ കേരളവുമായൊരു ബന്ധവും കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ടുള്ള പൊതുദർശനം നീലങ്കരയിലെ വസതിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ബസന്ത് നഗറിലെ ശ്മശാനത്തിലായിരിക്കും ആ ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുക. തമിഴ് ലോകത്തിന്, തമിഴ് സാംസ്കാരിക ലോകത്തിന്, സിനിമാ ലോകത്തിന് സംഭവിച്ച വലിയൊരു നഷ്ടമെന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഓർത്തെടുത്തത്. ഇപ്പോൾ ഈ മണിക്കൂറുകളിലും അദ്ദേഹവുമായുള്ള ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന സുഹൃത്തുക്കളും സിനിമാ രംഗത്തെ പ്രമുഖരും ഒപ്പം തന്നെ സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലുമുള്ളവർ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. എല്ലാവർക്കും പറയാനുള്ളത്, കഴിവുറ്റ ഒരു കലാകാരനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന തന്നെയാണ്. 48-ാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. ഒരുപക്ഷെ കുറച്ചു കാലം കൂടി സിനിമയ്ക്ക് സജീവമായ പങ്കാളിത്തം ഉണ്ടാകുമായിരുന്ന, സംഭാവനകൾ നൽകേണ്ടിയിരുന്ന ഒരാളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന കൂടി പങ്കുവയ്ക്കുന്നുണ്ട് തമിഴ് സിനിമാ ലോകം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വസതിയിൽ, അതായത് ഭാരതിരാജയുടെ വസതിയിൽ, നീലങ്കരയിലെ വസതിയിലാണ് ഈ പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. സേതു. ശരി ഗൗതം. പ്രമുഖ സംവിധായകരായ ഗൗതം പറഞ്ഞ പോലെ മണിരത്നത്തിൻ്റെയും ശങ്കറിൻ്റെയും ഒക്കെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഈ 2023 മാർഗഴി തിങ്കൾ എന്ന സിനിമയിലൂടെ അദ്ദേഹം സംവിധായകനുമായിട്ടും അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. മനോജ് ഭാരതിയുടെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം.